മഹാനായ റിഫായി ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അല്ലെ, സുൽത്താനുൽ ആരിഫീൻ, ആരിഫീങ്ങളുടെ നേതാവാണ് മഹാനായ റിഫായി ഷെയ്ഖ്. മഹാനായ റിഫായി ഷെയ്ഖ് സ്വന്തമായി പറയുകയും ആ മഹാൻ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത ഒരു പുണ്യമായ ഒരു വാചകമുണ്ട്, പുണ്യമായ ഒരു വചനമുണ്ട്, പുണ്യമായ ഒരു ദിക്റുണ്ട്. ഈ ദിക്ർ പറഞ്ഞാൽ കിട്ടുന്ന, ഈ വാചകം പറഞ്ഞാൽ കിട്ടുന്ന പ്രധാനപ്പെട്ട നേട്ടം എന്താണെന്നറിയോ? ഇത് വേറൊന്നുമല്ല, ബറക്കത്തിന്റെ വാതിലുകൾ നമുക്ക് അല്ലാഹു തആല തുറന്നു തരുമെന്നാണ്. റിസ്ക്കിൽ ബറക്കത്ത് കിട്ടും, ആ ബറക്കത്തിന്റെ വാതിലുകൾ അല്ലാഹു തആല തുറന്നു തരും. ബറാഅത്ത് രാവിലെ 3 യാസീനൊക്കെ ഓതിയില്ലേ, ആ സമയത്ത് ഒരു യാസീൻ നമ്മൾ ഓതി എന്താ, നമ്മുടെ റിസ്ക്കിൽ ബറക്കത്ത് കിട്ടുക, റിസ്ക് വിശാലമാവാൻ. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വീട് റിസ്ക്കാണ്, നമ്മുടെ വാഹനം റിസ്ക്കാണ്, നമ്മുടെ വസ്ത്രം റിസ്ക്കാണ്, നമ്മുടെ ഭാര്യ റിസ്ക്കാണ്, നമ്മുടെ ഭർത്താവ് റിസ്ക്കാണ്, നമ്മുടെ മക്കൾ റിസ്ക്കാണ്, നമ്മുടെ ഭക്ഷണം റിസ്ക്കാണ്, നമ്മുടെ വെള്ളം റിസ്ക്കാണ് അല്ലെ, നമ്മുടെ സമ്പത്ത് റിസ്ക്കാണ്, നമ്മുടെ ആരോഗ്യം റിസ്ക്കാണ്. റിസ്ക്, ആ റിസ്ക് വിശാലമാവണം. റിസ്ക് കൊണ്ട് നമുക്കൊരു വിഷമം ഉണ്ടാവരുത്. നമ്മുടെ കച്ചവടത്തിൽ ഒരു വിഷമം, നമ്മുടെ വാഹനം കൊണ്ടൊരു വിഷമം, വാഹനം എവിടെയെങ്കിലും പോയി ഇടിക്കുക, മറ്റൊരാളെ പോയി തട്ടുക, അതൊക്കെ നമുക്ക് വിഷമമാണ്. അപ്പൊ അങ്ങനെ റിസ്ക്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല ഈ ദിക്ർ പറഞ്ഞാൽ. അള്ളാഹു അത് നിലനിർത്താൻ നമുക്ക് തൗഫീഖ് തരട്ടെ, ആമീൻ. മഹാനായ റിഫായി ഷെയ്ഖ് പറഞ്ഞതാണ്. അപ്പൊ ഇത് സുബ്ഹി നമസ്കാരത്തിന് ശേഷം പറയാം. പിന്നെ മറ്റൊരു ടൈം മഹത്തുക്കൾ പറയുന്നത് ഇശാ മഗ്രിബിന്റെ ഇടയിലും നമുക്ക് ഈ ദിക്ർ പറയാവുന്നതാണ്. ഈ ദിക്ർ 5 വട്ടമാണ് പറയേണ്ടത്. സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ടും 5 വട്ടം വീതം പറയണം. വളരെ സിമ്പിൾ, ഒരൊറ്റ വരിയേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു ആദദ കുല്ലി മുതഹർരികിൻ വസാകിനിൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ് പറയാം. ഒന്ന് പറഞ്ഞേ, ലാ ഇലാഹ ഇല്ലല്ലാഹു ആദദ കുല്ലി മുതഹർരികിൻ വസാകിനിൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താ അതിന്റെ അർത്ഥം? ചലിക്കുന്നതും നിശ്ചലവുമായ എല്ലാ വസ്തുക്കളുടെയും എണ്ണമത്രയും ആരാധനക്ക് അർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്.